ഇന്ന് കൗതുകകരമായി കണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ മനംമാറ്റം നടത്തും. അവർ പുതുതായി വരാൻ പോകുന്ന സർക്കാരിനെ സ്വീകരിക്കാൻ തയ്യാറാകും. അത്തരത്തിലുള്ള നിലപാട് മാറ്റം അല്ല, അത്തരത്തിലൊക്കെ നടക്കുന്നതൊക്കെ, അല്ലെങ്കിൽ സർക്കാർ ജീവനക്കാരിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ സാംസ്കാരിക പ്രവർത്തകർ, സാംസ്കാരിക നായരിലും ഈ മാറ്റം വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ സച്ചിദാനന്ദൻ മാഷ് പറയുന്നു, സാറാ ജോസഫ് പറയുന്നു, ഈ തുടർ ഭരണം ഇനി ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഈ സാംസ്കാരിക പ്രവർത്തകർ, അതും ഇടതുപക്ഷത്തിനെതിരെ അങ്ങനെ ഒരു മാറ്റം? അല്ല, അത് ഇപ്പോൾ പലരും ആരോപിക്കുന്നത് പോലെ അതിൽ ഏതെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ സച്ചി മാഷൊക്കെ വളരെ നിഷ്കളങ്കമായി രാഷ്ട്രീയത്തെ കാണുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സാറാ ജോസഫ് ആണെങ്കിൽ, സാറാ ജോസഫ് രാജ്യത്തെ നന്നാക്കാൻ വേണ്ടി ആം ആദ്മി പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ സച്ചിമാഷായാലും സാറാ ജോസഫ് ആയാലും എം എൻ കാരശ്ശേരി ആയാലും ഒക്കെ പറയുന്നത് തുടർ ഭരണം, തുടർച്ചയായ ഒരേ മുന്നണി അല്ലെങ്കിൽ ഒരേ പാർട്ടി ഭരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, ഒന്ന് അമിതാധികാര പ്രവണത, അധികാര കേന്ദ്രീകരണം, ഇത് താഴെത്തട്ടിലെ വിയോജിപ്പുകളെ ഇല്ലാതാക്കൽ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് ഇടതുപക്ഷത്തോടുള്ള വിരോധം എന്നുള്ളതിനേക്കാൾ ഈ അധികാരം ദുഷിപ്പിക്കും, പരമമായ അധികാരം പരമമായി ദുഷിപ്പിക്കും എന്ന നിലയിലുള്ള സാഹചര്യത്തിൽ നിന്ന് വിമുക്തമാകാൻ വേണ്ടി ഇത്തവണ ഒരു പുതിയ മുന്നണി അല്ലെങ്കിൽ UDF ഭരിക്കട്ടെ എന്നുള്ളതാണ് സച്ചിദാനന്ദൻ്റെ ഒരു ആവശ്യം. അതുപോലെ തന്നെ BJP പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ മഞ്ചേശ്വരം പോലെ അല്ലെങ്കിൽ നേമം പോലെയുള്ള BJP ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ LDF-ഉം UDF-ഉം പരസ്പരം ആർക്കാണോ ജയസാധ്യതയുള്ളത് അവരെ പിന്തുണയ്ക്കണമെന്ന ഒരു രാഷ്ട്രീയ ലൈൻ കൂടി മുന്നോട്ട് വെക്കുന്നത്. ഇതൊക്കെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള സങ്കല്പങ്ങളായിട്ടേ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുള്ളൂ. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടലാക്കോ അതല്ലെങ്കിൽ പ്രത്യേക രാഷ്ട്രീയ താല്പര്യമോ ഒന്നും ഞാൻ കാണുന്നില്ല. ഒരു പോസിറ്റീവായ നിലയിൽ പറഞ്ഞതാണ് നന്നായിരിക്കണം. അതെ അതെ അതെ. പക്ഷെ അതിനകത്ത് ഒരു കുഴപ്പം, പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇത്തരം നല്ല കമ്മ്യൂണിസ്റ്റുകൾ ഇങ്ങനെ പറയുമെന്നാണ്. അപ്പൊ എനിക്കൊരു സംശയമുള്ളത്, ഈ കമ്മ്യൂണിസ്റ്റുകൾക്കകത്ത് നല്ല കമ്മ്യൂണിസ്റ്റും മോശം കമ്മ്യൂണിസ്റ്റും ഉണ്ടോ? കമ്മ്യൂണിസ്റ്റ് എന്നല്ലാതെ അതിനെ നമുക്ക് വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല, അല്ലെ? സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റ് ഞങ്ങളാണെന്നാണ് ഇപ്പം വി.ഡി. സതീശൻ പറയുന്നത്. അതെ അതെ അതെ, നെഹ്റുവിയൻ അല്ല, അദ്ദേഹം പറയുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് ആയിട്ട് മാറണം എന്നുകൂടി സച്ചിമാഷ് പറയുന്നുണ്ട്. സോഷ്യൽ ഡെമോക്രാറ്റിക് ആയിട്ട് മാറണം എന്നുള്ളതാണ് നിർദ്ദേശം. ശരിക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളാണ് CPM-ഉം CPI-യും ഒക്കെ. അവർ സമ്മതിക്കില്ലെങ്കിലും ഞാൻ പറയുന്നത് സച്ചിദാനന്ദനെ പോലെയുള്ള ആളുകൾ ഈ ഇവരെ ഒരു വളരെ നിഷ്കളങ്കമായി, അതായത് ഇപ്പം കക്ഷി രാഷ്ട്രീയ വടംവലികളോ അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങളോ അത്രമേൽ ആഴത്തിൽ മനസ്സിലാക്കാതെയുള്ള പ്രതികരണമാണ്. ഈ നിഷ്കളങ്കത 2016 ഉണ്ടായിരുന്നു, 2021 ഉണ്ടായിരുന്നു. സർക്കാരിന്റെ സാഹിത്യ അക്കാദമിയുടെ തലപ്പത്തിരുന്നുകൊണ്ടാണ് അല്ലേ അദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ്. ആ സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് അനുവദിച്ചു. സച്ചിദാനന്ദനെ കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിക്കുന്നത് കേവലം പാർട്ടി ലൈൻസിൽ മാത്രമല്ലല്ലോ, അദ്ദേഹം അങ്ങനെ ഒരു പദവി അർഹിക്കുന്നുണ്ട് എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തെ 2021 തെരഞ്ഞെടുപ്പിൽ ശ്രീ AK ആന്റണി ഏറ്റവും അവസാനത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തന്ത്രം എന്ന നിലയിൽ അദ്ദേഹം ഉന്നയിച്ചൊരു വിഷയമാണിത്. അതായത് നിങ്ങൾ ഇടതുപക്ഷം നന്നാക്കാനാണ് ഉദ്ദേശമെങ്കിൽ, അതായത് വീണ്ടും അവസരം കൊടുത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മോശമായി പോകും എന്ന ഒരു ലൈനാണ് അവസാനം. ഞാനൊരു സംശയം ചോദിക്കട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അവസരമൊക്കെ കൊടുക്കുകയല്ലേ നല്ലത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഞാൻ പറഞ്ഞ അല്ല, AK ആന്റണി അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയിട്ട് അവസാനത്തെ ആഹ്വാനമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞ തവണ LDF-ന്റെ വരവ് തിരിച്ചുവരവ് അദ്ദേഹം കണ്ടിട്ടുണ്ടാവണം. അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയിട്ട് പോലും കഴിഞ്ഞ തവണ LDF ജയിച്ചു. അപ്പൊ ഇപ്പൊ സച്ചിമാഷൊക്കെ പറയുന്നത് പോലെ കാൽപ്പനികമായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ നന്നാക്കാൻ വേണ്ടി പറയുന്നതാവാം. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾ പ്രതിപക്ഷത്തിരുത്തു എന്ന് പറഞ്ഞാൽ എന്നെങ്ങനെ പറയാൻ പറ്റും? ഇലക്ഷൻ മത്സരിക്കുന്നത് ജയിക്കാനും അധികാരം പിടിച്ചെടുക്കാനും. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത് സ്വാഭാവികമായിട്ട് നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ സോഷ്യൽ ഡെമോക്രാറ്റുകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് സംശയം വരും. സോഷ്യൽ ഡെമോക്രാറ്റുകളാണ് ഇവിടുത്തെ ഇടതുപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികൾ അധികം എന്ന് പറയാം. പക്ഷേ ഈ എന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ പാർലമെന്ററി പ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ്. അധികാരത്തിന് വേണ്ടിയല്ലേ ഇതിനാണ് പ്രകടനം അത്രയും മുന്നോട്ട് വെച്ച് ജനങ്ങളെ വോട്ട് ചോദിക്കുന്നത്. ഞങ്ങളെ അധികാരം ഏൽപ്പിക്കൂ. അതുകൊണ്ടാണ് വളരെ നിഷ്കളങ്കം എന്ന് ഞാൻ പറയുന്നത്. അതിനപ്പുറത്തുള്ള കക്ഷി രാഷ്ട്രീയ ബലാബലങ്ങളോ അതിന്റെ ആഴങ്ങളോ ഒന്നും ഉൾക്കൊണ്ടിട്ടാവില്ല പ്രതികരണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, ഈ സാംസ്കാരിക പ്രവർത്തകർ അല്ലെങ്കിൽ സാംസ്കാരിക നായർ ഇത് പറയുന്നവർ, അവർ ഒരു കാര്യത്തിൽ കൺവിൻസ്ഡ് ആണ്, ഈ അമിതാധികാര പ്രയോഗവും അല്ലെങ്കിൽ ഈ തുടർച്ചയായ ഭരണമുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഇടതുപക്ഷത്തുണ്ട് എന്നവർ തിരിച്ചറിയുന്നുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അല്ല, അത് ഇടതുപക്ഷ പാർട്ടികൾ ഒരു കേസ് ഇപ്പം ഇത് എപ്പോഴും കേൾക്കാറുണ്ട്. ഇത്തവണ ഇപ്പം തുടർഭരണം വന്നു, ഏതെങ്കിലും ഒരു അഴിമതി കേസ്
മുന്നോട്ട് വെക്കുക. ഇപ്പം നേരത്തെ പറഞ്ഞു MLA-മാരുടെ പ്രകടനത്തെ പറ്റി. സർക്കാരിനെതിരെ ഓരോ തവണയും നമ്മൾ കേൾക്കാറുണ്ട്, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്തത് കേരളത്തിലൊരു പൊതു സ്വഭാവം മുന്നണികൾ മാറി വരുന്നു. ഒരു അഴിമതി കേസ് മുന്നോട്ട് വെക്കാൻ ഉണ്ടോ? അതിപ്പോ NDA നരേന്ദ്രമോദി കഴിഞ്ഞ മൂന്നാമത്തെ ടൈമല്ല അവരും പറയുന്ന വാദമാണ് അഴിമതി കേസ്. അവർക്കെതിരെ ഒരു അഴിമതി കൊണ്ടുവന്നില്ല. അതിനകത്ത് അപ്പോഴും ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുന്നു സംഘടിതമായ ഒരു സമീപനമാണെന്ന് പറയുന്നു. അദ്ദേഹം നമുക്കറിയാം കവിയാണ്. ഒക്ടോവിയ പാസിന്റെ കവിതയുടെ ആർദ്രത അളക്കാൻ കഴിയുന്ന മനുഷ്യനാണ്. ഹിമാലയത്തിന്റെ ഔന്നിധ്യം വരികളിലൊക്കെ പറഞ്ഞ ആളാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന ഈ വാക്കുകൾ ഇടതുപക്ഷത്തിന് അപ്പുറമുള്ളവർ വേറൊരു രീതിയിൽ നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിലേക്ക് വക്രീകരിക്കുമെന്നും അങ്ങനെ പ്രയോഗിക്കുമെന്നും മനസ്സിലാക്കാനുള്ള അത്രയും നിഷ്കളങ്കതയുള്ളൂ. രാഷ്ട്രീയത്തിൽ ഇങ്ങനെ റൊമാന്റിസിസത്തിന് പ്രാധാന്യമുണ്ടല്ലോ, പ്രസക്തിയില്ല. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതാണ് ചോദ്യം. പരിസ്ഥിതി സംരക്ഷണം, ഭാഷ, വികസന പ്രവർത്തനം, ഇതെല്ലാം സച്ചിമാഷ് അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിക്കാത്ത എന്താണ്? വീണ്ടും പെർഫോമൻസിൽ ഈ സർക്കാരിന് അത്യാവശ്യം ശരാശരി മാർക്ക് കൊടുക്കുന്നു. അതെ, കുട്ടി നന്നായി പഠിക്കുന്നുണ്ട്, നല്ല മാർക്കുണ്ട്, പക്ഷെ 10ാം ക്ലാസ് ജയിക്കണ്ടെന്ന് പറയുന്ന പോലെ നിങ്ങൾ വീണ്ടും വീണ്ടും ഭരിച്ച് മോശമാവല്ലേ? അധികാരം കൊയ്യണം ആദ്യം നാം, അതിനു മേലാവട്ടെ പൊന്നാരിൻ എന്നാണ് പണ്ട്. അദ്ദേഹം BJP എന്തായാലും അദ്ദേഹം പിന്തുണയ്ക്കുന്നില്ല. അപ്പം LDF അധികാരത്തിൽ വരണ്ട എന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആഹ്വാനം എന്താണ്? അടുത്തവണ നിങ്ങളെല്ലാം UDF വോട്ട് ചെയ്യൂ എന്നാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം. അദ്ദേഹം വോട്ട് ചെയ്യുന്നത് അങ്ങനെയാണോ എന്ന് അറിയത്തില്ല എന്തായാലും. അതോ അദ്ദേഹം വോട്ടിൽ നിഷ്പക്ഷത പാലിക്കുമോ? അത് ആ വാക്ക് പറഞ്ഞപ്പോഴാണ് നിഷ്പക്ഷത. 1976 ഒരു കവിത കവിതയാണ് നിഷ്പക്ഷത. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, പറക്കാൻ അറിയാത്ത പക്ഷി നിനക്ക് തീറ്റി തരാൻ ഞാനില്ല, അതെനിക്ക് നിഷ്പക്ഷതയല്ല എന്ന് പറഞ്ഞു അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഇതേ മാഷ് ഇതിങ്ങനെ വന്നു എന്നുള്ളതിനകത്ത് ഞാൻ വിടുന്നില്ല ആ നിഷ്കളങ്കത. കാരണം അദ്ദേഹത്തിന് ഈ നിഷ്കളങ്കമായ ഈ മറുപടി അദ്ദേഹം നടത്തുന്നു. തൊട്ടു പിന്നാലെ സാറാ ജോസഫ് ഇത് നടത്തുന്നുണ്ട്, കാരശ്ശേരി മാഷും അതിന് മുമ്പേ നടത്തുന്നുണ്ട്. ഒരു പ്രധാന ചർച്ചയായിട്ട് ഇതിനെ മാറ്റി. അവിടെയും ഓർത്തു വെക്കേണ്ട കാര്യം, ഈ നേരത്തെ ആര്യ സൂചിപ്പിച്ച പോലെ അഴിമതിയില്ല, വികസനത്തിനെതിരെ പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും കൃത്യമാണ്. പക്ഷേ ഇടതുപക്ഷം വരാൻ പാടില്ല എന്ന നിലപാട് പറയുന്നു. അത് പാർട്ടി അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ സംരക്ഷിക്കാനാണെന്ന് പറയുകയും ചെയ്യുന്നു. ഇത് രണ്ടുകൂടെ എങ്ങനെയാണ്? പക്ഷേ ഇതിനകത്ത് ഈ ഒരു നരേറ്റീവ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതായത് കൂടെ നിന്ന സാംസ്കാരിക പ്രവർത്തകർ പോലും, സാംസ്കാരിക നായകർ പോലും ഇടതുപക്ഷത്തിന് സാംസ്കാരിക ഇടതുപക്ഷം സർക്കാരിനെ അല്ലെങ്കിൽ ലെഫ്റ്റിനെ കൈവിടുന്നു. അതെ, അതുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.